ഇതൊരല്പം ഈന്തപ്പഴമാണ്. ഇത് നമുക്ക് കഴുകി തുടച്ചെടുത്തതാണ് ഞാൻ. ഇനി നമുക്കിതൊന്ന് വിനാഗിരിക്കകത്ത് കുതിരാൻ വെക്കണം. എന്നിട്ട് അരച്ചെടുത്ത് നാരങ്ങ അച്ചാറിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞ് ഇതൊന്ന് വിനാഗിരി ഒഴിച്ച് വയ്ക്കാം. കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരിപ്പം വിനാഗിരി ഒഴിക്കാം. ഇതവിടെ ഇരുന്ന് ഒന്ന് കുതിരട്ട് നമുക്ക് മൂടി വയ്ക്കാം. മൂടി മാറ്റി വയ്ക്കാം. ഇതൊരു 2 കിലോ നാരങ്ങയുണ്ട്. ഇത് അച്ചാറിടണം. അല്പം ഈന്തപ്പഴമൊക്കെ ചേർത്ത്. അപ്പോൾ ആദ്യം കഴുകിയെടുത്തോണ്ട് വന്നതാണ്. ഇതിൽ തുടച്ചെടുത്ത പാത്രം. അത് നമുക്ക് ഈ നാരങ്ങ ഓരോന്നും എടുത്ത് ഇതിൻ്റെ വെള്ളം തുടച്ചെടുക്കാം. നമുക്കിനി നാരങ്ങ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിയാനാണ് ഇഷ്ടമെങ്കിൽ നീളത്തിലരിയാം. 4ആയിട്ട് അരിയാനാണെങ്കിൽ 4ആയിട്ട് അരിയാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് വലുതാക്കിയാണ് കണ്ടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ നീളത്തിൽ കീറുവാണ് നല്ലത്. തീരെ ചെറുതാക്കണമെങ്കിൽ എന്തായാലും നമുക്ക് ഒന്നുകൂടെ കണ്ടിക്കണമല്ലോ. അപ്പം ഇങ്ങനെയും കൂടെ മുറുക്കിയിട്ട് വരും. അരിയാൻ എളുപ്പം വട്ടത്തിൽ കണ്ടിച്ചിട്ട് എട്ടായിട്ട്. അപ്പം നമുക്ക് എന്തായാലും 8ആയിട്ടെങ്കിലും കണ്ടിക്കേണ്ടി വരും. ഏറ്റവും വലുതാക്കി കണ്ടിച്ചാലും. ഇനി അതിലും ചെറുതാക്കണമെങ്കിൽ വലുതാക്കിയാണ് ഇടുന്നതെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ സ്വന്തമായിട്ട് കൂട്ടാനാകുമ്പോൾ വലിപ്പമൊന്നും നോക്കേണ്ട എല്ലാ തരത്തിലും നമുക്കറിയാം. ഈ വലുതാണെങ്കിൽ അത് 6ആയിട്ട്. ഇത് മുഴുവൻ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമ്മുടെ നാരങ്ങ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മാറ്റിക്കളയാം. ഇതുണ്ടോ അരിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ അതുകൊണ്ട് ഇതൊക്കെ. ഈ നാരങ്ങ ഇത്രയുണ്ടോ. ഈ നാരങ്ങയെ നമുക്ക് ഇതിലും കുറച്ചും കൂടെ വലിയൊരു പാത്രം എടുത്ത് ആ പാത്രത്തിലൊന്ന് അച്ചാറിടും. വെളുത്തുള്ളി ഞാനിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 കിലോയ്ക്ക് ഇത്രയും വെളുത്തുള്ളി. ഇഞ്ചി അവിടെ വെച്ചിട്ടുണ്ട്. കയ്യെത്തൂല കാണിക്കാം. അച്ചാറിടാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തിടപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം കുതിർക്കാൻ വെച്ച ഈ സംഭവം നമുക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടോ. കുതിർന്ന് വിനാഗിരിക്കകത്ത് കുതിർന്നിരിക്കുന്ന അതിനെ നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പം അച്ചാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള പാത്രമായി. നാരങ്ങ അരിഞ്ഞെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പത്തിനൊപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, കടുക്, കായപ്പൊടി, കാശ്മീരി മുളക് പൊടി, അച്ചാറ് പൊടി, കടുക് ഉലുവയും കൂടെ പൊടിച്ചത്. ഇനി നമുക്ക് തീ കത്തിക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് നാഴി ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. നൂറ് നാരങ്ങയ്ക്ക് 2 നാഴി ഉപ്പെന്നാണ് പറയുന്നത്. ഇത് ഒരു നാഴിയേക്കാട്ടിൽ അല്പം കൂടെ വലുതാണ്. അതുകൊണ്ട് ഞാൻ 3/4 കപ്പ് ഉപ്പെടുത്തിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഞാൻ നാരങ്ങ എണ്ണി നോക്കി 48 നാരങ്ങ ഉണ്ടായിരുന്നു.
ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി ഇതിനകത്ത് അലിയിക്കണം. കല്ലുപ്പൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് ഇളക്കി അലിയിച്ച് വെക്കും. ഇത് അതിൻ്റെ ആവശ്യമില്ല. പൊടിയുപ്പായതുകൊണ്ട് വെള്ളം ചൂടാകുമ്പോഴത്തേനും ചൂടായ വെള്ളത്തിലിട്ട് എന്നിട്ട് പോലും അലിഞ്ഞ് വരുന്നുണ്ട്. അലിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം കുറവായതുകൊണ്ട് എനിക്ക് അലിഞ്ഞിട്ട് വീണ്ടും അത് ഇതിൻ്റെ അടിയിൽ ക്രിസ്റ്റൽ അടിയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്നത്. വിളഞ്ഞു തുടങ്ങുകയെന്ന് പറയും. കല്ലുപ്പൊക്കെ കലക്കി വെള്ളം തെളിഞ്ഞിട്ട് ആ വെള്ളം അരിച്ചെടുത്ത് നമ്മൾ പറ്റിച്ച് പണ്ടൊക്കെ സദ്യക്കൊക്കെ വിളമ്പാനായിട്ട് ഉപ്പ് പൊടി ഉണ്ടാക്കുമായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഉപ്പ് പൊടി മേടിക്കാൻ കിട്ടുന്നത്. കല്ലുപ്പ് മാത്രം കിട്ടിയിരുന്ന കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് പൊടിയുപ്പായിട്ട് മേടിക്കാൻ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഇനിയിപ്പം വെള്ളം പറ്റി തുടങ്ങി ഉപ്പിൻ്റെ അളവ് കൂടി വരിക, കുറയുമല്ല. അപ്പം നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് തിളച്ച് അതിൻ്റെ ചൊനയൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്താണ് പൊടികൾ ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിളക്കി കൊടുക്കുന്നത്. ഇത് വെന്ത് വരുമ്പോഴത്തേനും നാരങ്ങയുടെ അളവ് കുറയും, നീരിറങ്ങി വരും. നീരിറങ്ങി പറ്റുമ്പോഴത്തേനും നാരങ്ങ കുറഞ്ഞു പോകും. വെള്ളം ഇറങ്ങുന്നോടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടാകുന്നതിനനുസരിച്ച് കൂടി വെള്ളം കൂടിയും വരും, നാരങ്ങ താന്നു പോകും. ചൂടായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിൽ എണ്ണ ചൂടാക്കാനുള്ള ഒരു പാത്രം വയ്ക്കും. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം പറ്റി വരട്ടെ. വെള്ളമൊക്കെ പറ്റി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇതൊരു ലിറ്റർ, അപ്പോൾ ഒരു 300 മില്ലി എണ്ണയോളം ഉണ്ട് ഇത്. ഇപ്പം ഒരു 200 മില്ലിയൊക്കെ മതിയായിരിക്കും. നമുക്കിത്ര എണ്ണ കൊണ്ട് നിർത്താം. എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. വീഡിയോ ഓഫായി പോയായിരുന്നു, ഇപ്പോഴത് ശ്രദ്ധിച്ചത്. അപ്പം ഞാനൊരു 200 മില്ലി മിച്ചം നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ടു. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി, കടുകും പൊട്ടി കഴിഞ്ഞപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ല കിലുകിലെന്നാകണം. അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അച്ചാറ് കുറേ നാൾ വെച്ചേക്കാനുള്ളതല്ലേ, കേടാകാതിരിക്കണ്ടേ. അതിനിടയ്ക്ക് ഇതും ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. നികന്ന വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം നമ്മുടെ എത്ര ചാറ് വേണോ അത്രയും ഇരുന്ന് പറ്റണം. നാരങ്ങയ്ക്കല്ലേ, ഒത്തിരി ചാറൊന്നും വേണ്ടല്ലോ, കുറേ നാൾ ഇരിക്കാനുള്ളതല്ലേ, കുറച്ച് പറ്റണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് പറ്റട്ടെ. തുറന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് ചൊനയൊക്കെ പിന്നെ തിളയ്ക്കുമ്പം പോവുകയും ചെയ്യും. കളറൊക്കെ മാറി. ഉപ്പ് തൊട്ട് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം.
നാരങ്ങയുടെ പുളിയും നീരും അനുസരിച്ച് ഉപ്പിൻ്റെ അളവിന് വ്യത്യാസം വരാം. കയ്പ മുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കുമ്പം ഉപ്പ് മുന്നോട്ട് നിൽക്കണം. കയ്പും കുറഞ്ഞ് പുളി ഇറങ്ങുമ്പോഴത്തേനും ഉപ്പ് കുറഞ്ഞു വന്നോളൂ. ഒരാഴ്ച കൊണ്ട് ഉപ്പ് കുറയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ നന്നായിട്ട് ഈ അച്ചാറിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നാളെ വേണേലും കൂട്ടാം, നമ്മൾ ഇതുപോലെ നന്നായിട്ട് വേവിക്കുന്നത് കൊണ്ട്. നമ്മുടെ കറിവേപ്പിലയും കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഉണങ്ങും കൂടെ ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മൂത്തുണങ്ങി വരട്ടെ. നാരങ്ങ തിളച്ച് ചടിപ്പോകാതെ നോക്കണം കേട്ടോ. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. തിളച്ച് പതഞ്ഞ് വന്ന് വെളിയിൽ തൂയി പോകാതെ ശ്രദ്ധിക്കണം. നാരങ്ങയുടെ വെള്ളമൊക്കെ മുക്കാലും ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടെ ഇവിടെ ഇരുന്നൊന്ന് വെന്ത് വരണം. എങ്കിലേ നമുക്ക് ഒരാഴ്ച കൊണ്ട് കൂട്ടാറാവുള്ളൂ. കിലുകിലെന്ന് പതുക്കെ കറിവേപ്പില വയ്ക്കാൻ തുടങ്ങി. കറിവേപ്പില കിലുകിലെന്നാകുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് മൂത്തിരിക്കും. ഒരു സെക്കൻഡും കൂടെ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. ഉണ്ടോ? കറിവേപ്പില കിലുകിലാന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തോണ്ടിയിട്ട് കൊടുക്കാം. നമ്മൾ വിനാഗിരിയിൽ കുതിർത്തി അരച്ചെടുത്ത് അടച്ച് പേസ്റ്റ് പോലെയാക്കിയ ഈന്തപ്പഴമാണ്. കുറച്ച് ഒട്ടും വെള്ളം ചേരരുത്. അതുകൊണ്ടാണ് വേറെ വേറെ സ്പൂൺ എടുക്കുന്നത് കേട്ടോ. ബാക്കിയിരിക്കുന്ന മുളക് പൊടി ചീത്തയായി പോകില്ലേ. അപ്പം നമുക്ക് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി ഇട്ടാൽ പോലും ഓരോ അച്ചാറിനും അതതിൻ്റെ പാകത്തിന് മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണേ. ഇത്ര മതിയോ? ഞാൻ പിന്നെ പൊടിച്ചപ്പോൾ അല്പം മഞ്ഞൾ ചേർത്തായിരുന്നു. തീ നമുക്ക് ഓഫാക്കാം. ഇനി ഇത് അച്ചാർ പൊടിയാണ്. ഇതൊരു 100 ഗ്രാമൊക്കെ കാണും അല്ലേ. അതിൻ്റെ ഒരു പകുതി നമുക്ക് അങ്ങോട്ടിടാം. അല്പം പൊടിഞ്ഞത് കുറവാണെന്ന് തോന്നുന്നു. എല്ലാ പ്രാവശ്യം പൊടിക്കുമ്പം ഒരേപോലെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നല്ല നൈസായിട്ട് പൊടിഞ്ഞു. ഇപ്രാവശ്യം അത്രയും പൊടിഞ്ഞിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അത് ഒപ്പം ഇട്ടേക്കാം. 5 സ്പൂൺ അത് ഇട്ടു. ഇനി കടുകും ഉലുവായും കൂടെ ചൂടാക്കി പൊടിച്ചതാണ്. മതിയോ? ഇനി മെയിനായിട്ട് ഇടേണ്ട ഒരു കാര്യമുണ്ട്. കായം ചേർത്ത പൊടിക്കുന്നെങ്കിൽ പോലും കായം അത് ഈ പൊടിച്ച് കുറച്ച് കഴിയുമ്പോൾ പായത്തിൻ്റെ മണമൊക്കെ പോകും. അപ്പം നമുക്ക്
ഇത് മേടിച്ച കായപ്പൊടി കേട്ടോ, ഞാൻ പൊടിച്ചതല്ല. കട്ടക്കായമായിരുന്നു അച്ചാർ പൊടിക്കകത്ത് ഇട്ടത്. ഇത് മേടിച്ച കായം പൊടിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം പൊടിഞ്ഞ് ചേരാൻ ഇതെല്ലാം മൂത്ത് വരാൻ പാകത്തിന്, അല്ല അലിഞ്ഞ് വരാൻ പാകത്തിന് എണ്ണയുണ്ട്. എണ്ണയില്ലെങ്കിൽ അത് കൂട്ട് നാരങ്ങയുടെ അല്പം നീരൊഴിക്കുകയോ അതല്ലെങ്കിൽ അല്പം വിനാഗിരി ഒഴിക്കുകയോ ചെയ്യാം. ഇപ്പം നാരങ്ങയ്ക്കാകുമ്പോൾ വിനാഗിരിയുടെ ഒരാവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി അത് നമ്മുടെ നാരങ്ങ പാകത്തിന് പറ്റിയെന്ന് തോന്നുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇതേതാണ്ട് തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. അരപ്പല്ല, മൂപ്പിച്ച പൊടികളും ഈന്തപ്പഴം അരച്ച് മൂപ്പിച്ചതും എല്ലാം കൂടെ. ഇനി നമുക്കിതെല്ലാം കൂടെ തിളപ്പിച്ച് യോജിപ്പിച്ച് തീ ഓഫാക്കി തണുക്കുമ്പം ഭരണിയിലാക്കി വയ്ക്കും. നന്നായിട്ട് തണുക്കണ്ട, ഭരണിക്ക് കേടുവരിയല്ലാത്ത രീതിയിൽ ഭരണിയും കൂടെ ഒന്ന് ചൂടാകുന്ന പോലെ നല്ല ഗ്ലാസ് ഭരണിയിലിട്ട് ഭരണിയും കൂടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കോരി ഒഴിച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം അരട്ടി കയറാതെ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമുക്കിനി തീ ഓഫാക്കാം. നമ്മുടെ ഈന്തപ്പഴവും നാരങ്ങയും കൂടെയുള്ള അച്ചാറാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പം കുപ്പിയിലാക്കി, അല്ല ഗ്ലാസ് ഭരണിയിലാക്കി വയ്ക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭരണിയിലാക്കി കഴിയുമ്പോൾ ഞാൻ ആ പടം കൂടെ നിങ്ങളെ കാണിക്കാം.